എന്തോ ആരാണിത്? ഇത് എന്റെ എല്ലാമായ എന്റെ ഭർത്താവ്. ഇവളെ എന്നെ വിട്ടച്ച് വേറൊരുത്തനെ കല്യാണം കഴിക്കാന്ന് പറഞ്ഞപ്പോ ഞാൻ കഴിച്ച് ഷിയാസ് കരീമിന്റെ എന്റെ ഭർത്താവ് എന്ന് പറഞ്ഞാല് എന്നെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കുന്ന ആളാണ് എന്റെ ഭർത്താവ്. ഉറങ്ങല്ലടാ, ഉറങ്ങല്ലേ ഇത്. നീ എന്തിനാ എന്റെ അന്തപ്പുരത്ത് കയറി? നിന്നെ ഞാൻ യുദ്ധത്തിന് വേണ. ആശയല്ല ആർച്ച. മാറി മാറി ചുമർന്ന് അടിക്കൂടെ? അയ്യോ എന്റെ ഒടുവിൽ നിക്കിറങ്ങിയില്ലേ? സ്വരപേടകത്തിൽ നിന്നൊന്നും അഴിച്ചു തരാമോ? വർത്താനം പറയാനുള്ളതാ. പലരും എന്നെ തോപ്പിച്ചിട്ടുണ്ട് പലവട്ടം. പൊന്നിനും പണത്തിനുമൊപ്പം സ്നേഹം തൂക്കി നോക്കിയപ്പോ സ്നേഹിച്ച പെണ്ണെന്നെ തോൽപ്പിച്ചു. സത്യം വിശ്വസിക്കാതെ എന്റെ ചങ്ങാതിയും എന്നെ തോൽപ്പിച്ചു. ഇനി ചന്തുവിനെ തോൽപ്പിക്കാനാവില്ല. കാരണം തന്തുവിന്റെ കയ്യിൽ തോക്കുണ്ട്. ഇതിനകത്ത് തോക്കൊന്നുമില്ല. വയലൻസ് വയലൻസ് വയലൻസ്. യെസ്, ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ്, ബട്ട് വയലൻസ് ലൈക്ക് മീ. എങ്ങനെയുണ്ട് സാറേ? വടക്കം പാട്ടിലെ ചന്തുവിനെ നമ്മൾ KGF-ലെ ചന്തുവാക്കി. അവരേജ ഈ ഉണ്ണിയാർച്ചയായിട്ടാണ് രചന അഭിനയിക്കേണ്ടത്. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അയ്യോ എന്റെ അത്ര അല്ല, അത് സർ എന്താന്ന് വെച്ചാലേ അവരെന്ത് ഭംഗിയായിട്ടാ ചെയ്യണേ. ഇല്ല, നല്ല രസമായിട്ട് ചെയ്യണ്ട്. അവരെ മാറ്റും. ജാടയാണ്, ഭയങ്കര ജാടയാണ്. എന്നോട് കാരവാൻ ചോദിച്ചു. കാരവാൻ ചോദിച്ചപ്പോ മാവിന്റെ ഓട്ടിക്കൊണ്ടിരുത്തി. അങ്ങനെ ചെയ്യാൻ പാടില്ല സർ. പക്ഷെ എനിക്കതല്ല പ്രശ്നം. അവര് നല്ല ഭംഗിയായിട്ട് ചെയ്യണ്ട്. ഞാൻ ഇതൊന്നും എനിക്ക് ചെയ്യാൻ പറ്റും തോന്നുന്നില്ല. കാരണം ട്രെയിനിങ്ങിന് പോലും വന്നിട്ടില്ല, ഒരു ദിവസം പോലും വന്നിട്ടില്ല. പിന്നെ ഞാനെങ്ങനെ അവരെ വെക്കും? വേറൊന്നും കണ്ടല്ല. കണ്ടോ, അവരുടെ കണ്ണിന്ന് വെള്ളം വരെ വരാൻ തുടങ്ങി. അവർ ഇത്രയും എഫേർട്ട് എടുത്തിട്ട് ഞാൻ അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല. ഒരു ആർട്ടിസ്റ്റിന്റെ വേഷം ഞാൻ തട്ടിയെടുക്കുന്നത് അത് മോശമായിട്ടുള്ള കാര്യമാണ്. തരുമല്ലേ? രചന ചെയ്യില്ല. ഇല്ല സർ, എനിക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഞാൻ ഉണ്ടാവില്ല.